ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾക്ക് മെഷീൻ എംബ്രോയിഡറി പഠിക്കാൻ. അപ്പം നമുക്ക് ഫസ്റ്റായിട്ട് ഇതിൽ നൂലിടുന്നത് എങ്ങനെയാണെന്നുള്ളത് കണ്ടുനോക്കാം. അപ്പോൾ എംബ്രോയിഡറിക്ക് നമ്മൾ ഇതുപോലുള്ള സിൽക്ക് ത്രെഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിച്ച് വെച്ചത് ഞാൻ ഉപയോഗിച്ച ഒരു ത്രെഡാണ്. അപ്പോൾ ഇതുപോലെ ഊർന്നു പോരും. നമ്മൾ നോർമൽ ത്രെഡ് ഇങ്ങനെ വെച്ചാലും ഇങ്ങനെ ഊർന്നു പോരില്ല. ഇതിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഇതിൽ ഊർന്നു പോരും. അതിനാണ് ഇതിൽ ഒട്ടിച്ച് വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇതിങ്ങനെ വെറുതെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ നിന്നും ഊരിയിട്ട് കെട്ട് കുടുങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഇതുപോലെ കുറച്ച് പേപ്പർ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് ഊർന്നു പോരാതെ നിൽക്കും. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നൂല് വെച്ചാൽ ഇത് കറങ്ങി വരുമ്പോൾ കെട്ട് കുടുങ്ങാതെ ഊർന്നു പോരാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇനി ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഈ മെഷീൻ്റെ സൈഡിലായിട്ട് ഒരു റീപ്പറോ എന്തെങ്കിലും ഒരു പലക അടിച്ചിട്ട് അതിലൊരു ആണി അടിക്കുക, അല്ലെങ്കിൽ ചുമരിലൊരു ആണി അടിച്ചിട്ട് ആണിയിൽ മാത്രം ഇടാതെ നമുക്ക് അതിന്മേൽ തുണിയൊക്കെ ചുറ്റിയിട്ട് അങ്ങനെ ഇടാം. പിന്നെ അടുത്തത് നൂല് ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മെഷീനിൽ ഇതുപോലെ മുകളിലൂടെ എടുത്ത് താഴെയൂടെ ചുറ്റിയിട്ട് 2 ഹോൾസ് ഉണ്ട്, അതിലൂടെ ഇട്ട് ഈ താഴെ ഇതിൻ്റെ സൈഡിൽ ഒരു പ്ലേറ്റ് ഉണ്ടാവും, ഈ കമ്പിക്ക് സൈഡിലായിട്ട് അതിൻ്റെ സെൻറ്ററിലൂടെ ഇട്ടിട്ട് പിന്നെ ഒരു നേർത്തൊരു കമ്പി കാണാം, ആ കമ്പിയിലൂടെ എടുത്ത് അതൊരു സ്പ്രിങ് ആണ്, ആ സ്പ്രിങ്ങിലൂടെ എടുത്തിട്ട് അങ്ങനെ എടുത്ത് അതിൽ ചേർത്ത് പിന്നെ ഈ ഒരു എൽ ഷേപ്പിലുള്ളൊരു കമ്പിയാണ് അതിന് താഴെയൂടെ എടുത്തിട്ട് പിന്നെ ഈ മുകളിലുള്ള ഈ ഹോൾസിലൂടെ നൂലിട്ടെടുക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു കമ്പിയാണ് അതിൻ്റെ അകത്തുകൂടി ഇട്ട് പിന്നെ സൂചിയിൽ കോർത്തെടുക്കാം. സൂചി ഇടുമ്പോൾ നമ്മളെ നേരെയാണ് ഈ സൂചിൻ്റെ ഹോൾസ് ഉണ്ടാകുക. നോർമൽ മെഷീനിൽ സൈഡിൽ നിന്നാണ് നമ്മൾ കോർത്തെടുക്കുക. കണ്ടില്ലേ, നമ്മളെ നേരെയാണ് ഈ സൂചിയുടെ ഈ ചാല് പോലത്തതും ഹോൾസും വരിക. പിന്നെ ബോബിനിൽ ഈ ത്രെഡാണ് നമ്മൾ ചുറ്റുന്നത്, ബോബിൻ ത്രെഡാണ്. പിന്നെ ഞാൻ പിന്നെ ഓൾറെഡി ഇതിൽ ചുറ്റിയിട്ടുള്ള ഒരു ത്രെഡ് ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിട്ടിട്ട് ഇതിന് സൈഡിൽ ഒരു ചെറിയൊരു കമ്പിൻ്റെ അതിൻ്റെ അകത്തൂടെ ഇട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. പിന്നെ അടിയിൽ നിന്ന് നൂല് മുകളിലോട്ട് വലിച്ചെടുത്തതിന് ശേഷം റിങ്ങിൽ നമുക്ക് തുണി ചുറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ റിങ്ങിൽ 2 റിങ് ഉണ്ടാവും. അപ്പോൾ വട്ടം കൂടിയ റിങ് അടിഭാഗത്ത് വെച്ചതിന് ശേഷം വട്ടം കുറഞ്ഞത് ഈ തുണിക്ക് മുകളിലായിട്ട് വെക്കുക. വീഡിയോയിൽ കാണും പോലെ തന്നെ ഇട്ട് നല്ലോണം ടൈറ്റ് ചെയ്തെടുക്കണം. അതൊരു സൗണ്ട് ഉള്ള പോലെ നല്ല വലിച്ചിങ്ങനെ ടൈറ്റാക്കിയിട്ട് നമ്മൾ മുട്ടി വെക്കുമ്പോൾ ഒരു സൗണ്ട് വരും. അത്രയും ടൈറ്റിൽ നമ്മൾ ഈ തുണി ടൈറ്റാക്കി എടുക്കണം. ഇനി ഇതിങ്ങനെ വലിച്ചിട്ട് ടൈറ്റ് ആകുന്നില്ലെങ്കിൽ ഇതിൻ്റെ സൈഡിലൊരു തുണി വേറെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് അങ്ങനെയൊക്കെ ടൈറ്റാക്കി എടുക്കാവുന്നതാണല്ലോ. അപ്പോൾ ഇതുപോലെ നല്ല ടൈറ്റായി കിട്ടണം. ഇതുപോലെ സൈഡിൽ ചുളിവൊക്കെ കാണാം, അതൊക്കെ വലിച്ചിട്ട് ക്ലിയർ ആക്കി എടുക്കണം. ഇനി നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പം നമ്മളിതാ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും നമുക്ക്. അപ്പോൾ ഇതുപോലെ കുറേ പ്രാക്ടീസ് ചെയ്യുക. അടുത്തത് നമുക്ക് കട്ടില്ലാത്തൊരു തുണിയിലും ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഏതൊരു മെറ്റീരിയലായാലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്തത് സാറ്റിൻ സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ ഫില്ല് ചെയ്ത് മുകളിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടിട്ടും വരാം. അപ്പോൾ നല്ല ഫിനിഷിങ്ങോടെ കിട്ടും നമുക്ക്. അടുത്തതൊരു ബട്ടൺ സ്റ്റിച്ചാണ്. അത് 0 തുടങ്ങി 1, 2, 3 വരെ മതി. അത് കൂടുതലാണെങ്കിൽ ഒന്നും കൂടെ വിഡ്ത്ത് കൂടും. ഞാൻ 3 വെച്ച് പിന്നെ 3 to 0 അങ്ങനെയാണ് തയ്ക്കുന്നത്. അതുപോലെ തുടങ്ങുന്നതും 0, 0, 1, 2, 3 കഴിഞ്ഞ് പിന്നെ 3 കഴിഞ്ഞ് 2, 1, 0 അങ്ങനെ തന്നെ നമ്മൾ ചെറുതിലോട്ട് വരിക. സെൻറ്ററിൽ എത്തുമ്പോൾ 3 അങ്ങനെ വീതി കൂടി കൂടി വന്ന് പിന്നെയും കുറഞ്ഞ് വരിക. അടുത്തത് നമ്മൾ ഒരു ലീഫാണ് സ്റ്റിച്ച് ചെയ്യുന്നത്.
ഞാൻ ഈ ചെയ്തിട്ടുള്ള ഈ ലീഫ് സ്റ്റിച്ച് നമ്മൾ റണ്ണിങ് സ്റ്റിച്ചിൽ ഇങ്ങനെ സൈഡിൽ നിന്ന് ഇതുപോലെ കയറിയതിന് ശേഷം പിന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ 3 എന്നാണ് തുടങ്ങുന്നത്. 3, 2, 0 അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരിക. അപ്പോൾ 3ൽ തന്നെ ഫസ്റ്റ് കുറച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നെ 2ൽ വന്ന് കുറച്ച് പിന്നെ 0 അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ വീതി കൂടിയതിന് കുറഞ്ഞ് കുറഞ്ഞ് വരും. അപ്പോൾ നമ്മൾ അറ്റത്തിൽ ഇങ്ങനെ വീതി കൂടിയ രീതിയിൽ പിന്നെ വീതി കുറഞ്ഞ രീതിയിലും നമുക്ക് ചെയ്യാം. പല രീതിയിൽ ചെയ്യാം. അപ്പോൾ ഈ അറ്റത്തിൽ നമ്മൾ വീതി കുറഞ്ഞിട്ടുള്ള ആ ഒരു ഇത് എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. ആദ്യം 0 പിന്നെ 2, 3 അങ്ങനെ വന്ന് 4ഉം 5ഉം ഒക്കെ ചെയ്യാം. അപ്പോൾ ഒന്നുകൂടി വലിയ ലീഫാവും. ഞാനിത് ചെറിയ ലീഫായതുകൊണ്ട് അപ്പോൾ 0, 2, 3 കഴിഞ്ഞ് പിന്നെ 2 കഴിഞ്ഞ് അങ്ങനെ 0ൽ വന്ന് അവസാനിച്ച് പിന്നെ അടുത്ത റണ്ണിങ് സ്റ്റിച്ചിൽ അങ്ങനെ പോയി പിന്നെ 0, 2, 3 അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നല്ല പ്രാക്ടീസ് ചെയ്ത് വരണം. ഇതിൽ നമുക്ക് ആകെ 2 സ്റ്റിച്ചുള്ളൂ. ഇത് വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരുന്നോ അതാണ് നമ്മളെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു ലീഫ് സ്റ്റിച്ച് മതി നമുക്കൊരു ഫ്ലവറൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ. അങ്ങനെ പലതും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അടുത്തതൊന്ന് ചെയ്ത് കാണിക്കാം. ഇതിപ്പോൾ ആദ്യം കാണിച്ചതുപോലെ പിന്നെ 3, 2, 1 എന്ന് പറഞ്ഞ വരി കാണിക്കാം. ആദ്യം ഒരു സെൻറ്ററിൽ ഒരു ഡോട്ട് സ്റ്റിച്ച് ഇട്ടിട്ട് ഇതാ നമ്മൾ ഫസ്റ്റ് റണ്ണിങ് സ്റ്റിച്ചിൽ പോയിട്ട് 3, 2, 0 അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഫസ്റ്റ് വീതി കൂടിയതിന് കുറഞ്ഞ് കുറഞ്ഞ് വന്ന് ആ ഒരു 0ലാക്കുക. അങ്ങനെ ഒരു ചെറിയൊരു പിന്നെ നമ്മൾ ഡ്രസ്സിലൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ നമ്മളിതിന് ബേസിക്കാണ് കാണിക്കുന്നത്. ഞാൻ കുറേ മുമ്പ് എൻ്റെ വീഡിയോയിൽ കാണാം. കുറേ മുമ്പ് ഞാൻ ഇതിൻ്റെയൊക്കെ ബേസിക് കുറച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇനി അടുത്തത് നമുക്ക് ഇതുപോലെ ചെറിയൊരു ഫ്ലവർ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്ലവർ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു ഹാർട്ട് ഷേപ്പ് വരച്ച് നോക്കാം. എനിക്ക് ഹാർട്ട് ഷേപ്പ് ഒന്നും വരക്കാൻ അറിയില്ല. എന്നെക്കൊണ്ട് കഴിയും പോലെ ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി അടുത്തത് ഇത് ഫില്ല് ചെയ്യണത് എങ്ങനെയാണ് കാണിക്കുക ഹാർട്ട് ഷേപ്പ്. അപ്പം നമ്മുടെ നേരെ വെച്ചിട്ടാണ് ഈ ഫ്രെയിം ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 രീതിയിൽ ഞാൻ ഫില്ല് ചെയ്യണത് കാണിക്കാം. ഇത് താഴെന്ന് മുകളിലോട്ട് പോയി നമ്മുടെ രീതിയിൽ തന്നെയാണ് ഈ ഹാർട്ട് ഷേപ്പ് ഉള്ളത്. അടുത്തത് എങ്ങനെയാണെന്നുള്ളത് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതിങ്ങനെ ഫില്ല് ചെയ്ത് അതേ രീതിയിൽ തന്നെ ഫില്ല് ചെയ്ത് വരികയാണ്. അപ്പോൾ ഇത് ഫില്ല് ചെയ്തത് ഇങ്ങനെ നീളത്തിൽ നമുക്ക് കാണാം. ഞാൻ സൂം ചെയ്ത് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ അടുത്തത് ഇങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പ് രണ്ടും ഒരേപോലെ വരച്ചത് നമ്മൾ ഫ്രെയിം പിടിക്കുന്ന രീതിക്കുള്ള വ്യത്യാസമേ ഉള്ളൂ. ഇത് ചെരിച്ച് പിടിച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഇതുപോലെ രണ്ടും ചെയ്ത് പഠിക്കാം. പക്ഷേ ഇതുപോലെയാണ് നമ്മൾ ഡ്രസ്സിലൊക്കെ ഡിസൈൻ ചെയ്താൽ ഭംഗി ഉണ്ടാവുക. മറ്റേത് അത്ര ഭംഗി എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ അനുഭവമാണ്. ഇനി ചെയ്ത് നോക്കിയിട്ട് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. ഇതുണ്ടോ രണ്ടും 2 വ്യത്യാസത്തിലുണ്ട്. ഇതാകുമ്പോൾ നല്ലൊരു ഫിനിഷിങ് ലുക്ക് കാണുന്നുണ്ട്. മറ്റേത് നമ്മളെ സ്റ്റിച്ചിൻ്റെ കറക്റ്റ് കാണും. ഇതാകുമ്പോൾ അങ്ങനെ കാണൂല. ഈ താഴത്തത് മുകളിലുള്ളത് കണ്ടില്ലേ, ആ കറക്റ്റ് ആ ലൈനൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഡിസൈനൊക്കെ വെച്ചിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡ്രസ്സിലൊക്കെ ഡിസൈൻ ചെയ്ത് കാണിക്കാം. ഷർട്ടിൽ, ചുരിദാറിൽ അങ്ങനെ പല ഡ്രസ്സുകളിലും നമുക്ക് ഡിസൈൻ ചെയ്ത് കാണിക്കാം. പിന്നെ മെയിനായിട്ട് വേണ്ടത് പ്രാക്ടീസാണ്. എപ്പോഴും പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തതൊന്ന് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യുന്ന അതിൻ്റെ ഇടയിൽ ഫില്ലിങ്സിനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പം നമ്മൾ ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഡിസൈൻ ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ കാണിക്കാം ഇതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്നുള്ളത്. ഇത് വെറും റണ്ണിങ് സ്റ്റിച്ച് മാത്രമാണ്. ഇത് നമ്മൾ ഈ റിങ് കൊണ്ട് ഇങ്ങനെ മൂവ്മെൻറ്റ് ചെയ്യുന്നതിനനുസരിച്ചുള്ള ഒരു ഡിസൈനാണ്. ഇത് നമ്മളിങ്ങനെ പല ഡിസൈൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഫില്ലിങ്സ് ആയിട്ട് നല്ല ഭംഗിയുണ്ടാവും നമുക്ക് ആ ഡിസൈന്. നമ്മൾ നെക്കിലൊക്കെ ഡിസൈൻ കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ കാണിക്കാം. അപ്പോൾ നമുക്ക് കുറേ ഫീസൊക്കെ കൊടുത്ത് എംബ്രോയ്ഡറിങ് പഠിക്കാനും അതിനൊന്നും സാധിക്കാത്തവർ എൻ്റെ ഈ വീഡിയോ കണ്ടാൽ മതി. കൂടെ കൂടിക്കോളും, നമുക്ക് ഒന്നിച്ച് പഠിക്കാം.
അപ്പോൾ എപ്പോഴും ഞാനും പ്രാക്ടീസ് ചെയ്യാറുണ്ട്. എന്നാലേ ഇത് മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും